കഥേബാമയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയായി സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് തന്നെ പറയാം അല്ലേ? അതെ. സുഭാഷ് മരിച്ചിട്ടില്ല. നേതാജി മരിച്ചു എന്ന് പറയുന്നതിന് ശേഷം അദ്ദേഹത്തെ പലയിടത്തും കണ്ടു എന്ന് പറയുന്നവരുണ്ട്. സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലെ വാസ്തവം എന്താണ്? അതായത് ശരിക്കും യാഥാർത്ഥ്യം നമുക്കറിയില്ല. പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അറിയില്ലേ? ഇന്ത്യ സർക്കാരിന് അറിയാം അല്ലേ? സർക്കാരിൻ്റെ ഫയലുകളിൽ ജീവിച്ചിരുന്നതായിട്ട് കണ്ട ആളുകളുടെയൊക്കെ സാക്ഷ്യങ്ങൾ, സത്യവാങ്മൂലങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്ന്, സോവിയറ്റ് യൂണിയനിൽ 1968 വരെ സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നു എന്നൊരു സത്യവാങ്മൂലം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന കോൺഗ്രസ് ഭരണകാലത്തൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അന്വേഷണ ഫയലുകളിൽ കിടപ്പുണ്ട്. നിഖിൽ ചതോപാധ്യായ, അതായത് വീരേന്ദ്രനാഥ് ചതോപാധ്യായയുടെ മകനാണ്. അപ്പോൾ വീരേന്ദ്രനാഥ് ചതോപാധ്യായ ആരാണ്? മറ്റേ സരോജിനി നായിഡുവിൻ്റെ സഹോദരനാണ് വീരേന്ദ്രനാഥ് ചതോപാധ്യായ. ജർമ്മനി ആസ്ഥാനമായി ഉണ്ടായിരുന്ന പ്രവാസി വിപ്ലവകാരി, അതായത് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം പുറത്തുനിന്ന് നടത്താം എന്ന് വിചാരിച്ചിരുന്ന കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് വീരേന്ദ്രനാഥ് ചതോപാധ്യായ. ഒരുപക്ഷെ എം.എൻ. റോയിയേക്കാളൊക്കെ ജെന്യുവിനായിരുന്ന ഒരാളാണ് വീരേന്ദ്ര ചതോപാധ്യായ. വീരേന്ദ്ര ചതോപാധ്യായ മോസ്കോയിൽ പോയി ലെനിനെയൊക്കെ കണ്ടിട്ടുണ്ട് ആ കാലത്ത്. വീരേന്ദ്ര ചതോപാധ്യായെ പറ്റി ഈ മറ്റേ സോമർസെറ്റ് മോം എഴുതിയ ഗിലിയ റസാരി എന്ന് പറഞ്ഞ കഥയിൽ നായകത്വം വീരേന്ദ്രനാഥ് ചതോപാധ്യായക്കാണ്. അപ്പോൾ വീരേന്ദ്രനാഥ് ചതോപാധ്യായെ 1937 സ്റ്റാലിൻ തൂക്കിക്കൊന്നു. ആ കാലത്ത് സ്റ്റാലിൻ തൂക്കിക്കൊന്നു അല്ലേ? അവിടെ റഷ്യയിലായിരുന്നു, സോവിയറ്റ് യൂണിയനിൽ. അവരന്ന് മോസ്കോയിലാണ്. കുറേ കാലം, അവസാന കാലമൊക്കെ ജീവിക്കുന്നത് അബനി മുഖർജിയും വീരേന്ദ്രനാഥ് ചതോപാധ്യായും ജീവിക്കുന്നത് മോസ്കോയിലാണ്. ഇവർ രണ്ടുപേരും, ഈ അബനി മുഖർജി മറ്റേ താഷ്കൻഡിൽ എം.എൻ. റോയ് പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതിലും മെമ്പറാണ്. അവർ രണ്ടുപേരും ലെനിൻ മരിച്ച ശേഷം, ലെനിനെ സ്റ്റാലിൻ കൊന്നതാണെന്നാണല്ലോ ചരിത്രം. ചെറിയ ചെറിയ വിഷം, ചെറിയ ഡോസിൽ പുസ്തകത്തിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിനുശേഷം ലെനിൻ്റെ ഭാര്യ ക്രൂപ്സ്കേയുമായി ഇവർ രണ്ടുപേരും നിരന്തരം ഈ സ്റ്റാലിനെതിരെ പലതും കൊണ്ടുവരാൻ വേണ്ടി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള ആരോപണം വെച്ചിട്ടാണ് രണ്ടുപേരെയും കൊന്നത് സ്റ്റാലിൻ. അതൊരു രണ്ട് ഇന്ത്യക്കാരെ, ആ രണ്ട് ഇന്ത്യക്കാരെ പറ്റിയും ധാരാളം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ഈ ലെനിനെ സ്റ്റാലിൻ കൊന്നു എന്നുള്ള കഥ ഒന്ന് പറയണം. നമ്മുടെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ പോലും അങ്ങയുടെ ആ ബുക്ക് വായിക്കുമ്പോഴാണ് ആദ്യമായിട്ടത് കേൾക്കുന്നത്. പാബ്ലോ നെരൂദയുടെ കാര്യം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. വരൂ ഈ തെരുവിലെ രക്തം കാണുമെന്നൊക്കെ പറഞ്ഞ് ഒരു തലമുറയെ ആവേശം കൊള്ളിച്ച നെരൂദയും ഇങ്ങനെ കൊല്ലപ്പെട്ടതാണെന്ന് പറയുന്നത്. അല്ലല്ല, നെരൂദ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ട്രോട്സ്കിയെ മെക്സിക്കോയിൽ കൊല്ലുന്നുണ്ടല്ലോ സ്റ്റാലിൻ. അതൊക്കെ നമുക്ക് പിന്നെ പറയാം, ഇപ്പോൾ പറയണ്ട. അപ്പോൾ കഥയാണ്, ആ കഥകൾ വരും കേട്ടോ. അപ്പോൾ ഈ വീരേന്ദ്രനാഥ് ചതോപാധ്യായയുടെ ഈ മകൻ, അവിടുത്തുകാരിയാണ് ഭാര്യ, അതിലുണ്ടായ മകനാണ് നിഖിൽ. നിഖിൽ ജനിച്ചതും വളർന്നൊക്കെ മോസ്കോയിൽ തന്നെയാണ്. ഈ നിഖിൽ സുഭാഷ് ചന്ദ്രബോസിനെ അവിടെ കണ്ടു എന്നുള്ള സത്യവാങ്മൂലം കണ്ടത് ഓംസ്കിലാണ് കണ്ടത്. ഇത് ക്ലാസിഫൈഡ് ആയിരുന്ന PMO ഫയൽസിൽ ആണിത് ഉള്ളത്. 2015 ഡീക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് 2016 ജൂലൈ 11 ഈ വിവരങ്ങൾ, ഈ സത്യവാങ്മൂലം പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവരം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രനാഥ് സിന്ദ്കർ, അദ്ദേഹം കമ്മീഷന് കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് ഈ നിഖിൽ കണ്ട കാര്യം പറയുന്നത്. ഈ നരേന്ദ്രനാഥ് സിന്ദ്കർ, അദ്ദേഹം എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ്. അവിടെ തന്നെയൊക്കെ ജീവിച്ച ആളാണ്. 1966 മുതൽ 1991 വരെ റഷ്യയിൽ ജീവിച്ച എഴുത്തുകാരനും പത്രപ്രവർത്തകനുമാണ് ഈ സിന്ദ്കർ കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് നിഖിൽ കണ്ട കാര്യം പറയുന്നത്. അല്ലാതെ വേറെയൊക്കെ കേട്ടിട്ടുള്ളത് സൈബീരിയയിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്.
അല്ലേ? അതെ, ജയിലിലായിരുന്നു. ഈ സോവിയറ്റ് യൂണിയനിൽ ഞാൻ ഇന്ന് പറയുന്ന കഥയുണ്ടല്ലോ, അത് ഈ ഒരു ഇതുകൊണ്ട് തീരില്ല. അടുത്ത ദിവസം ബാക്കി പറയേണ്ടി വരും. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇത് കുറച്ച് ഭാഗമാണ് പറയുക. അപ്പോൾ നിഖിലും ഭാര്യയും ബോസിനെ കണ്ടത് ഈ പറഞ്ഞ സൈബീരിയയിലാണ് എന്നിതിൽ പറയുന്നുണ്ട്. സൈബീരിയ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും ശൈത്യമുള്ള പ്രദേശം. അവിടെ മഞ്ഞൊക്കെ മാറ്റിയപ്പോൾ പഴയ കാലത്ത് ജീവിച്ചിരുന്ന മാമത്തിൻ്റെ ജഡം പോലും അഴുകാതെ കിട്ടിയിട്ടുണ്ട്. അഴുകാതെ തന്നെ ഈ പഴയ ദിനോസാറുകൾ അങ്ങനെ പലതിൻ്റെയും വലിയ കുറേയും കൂടി വലിപ്പം ഉണ്ടായിരുന്ന നായ ഇന്നത്തേക്കാൾ, അതെ, അങ്ങനത്തെ ഒക്കെ ആന, ഇങ്ങനെ അതാണല്ലോ മാമത്ത്. അതെ, ആന എന്ന് പറയുന്നത്. അതെ, അതിൻ്റെ ഒക്കെ ജഡമൊക്കെ കിട്ടിയിട്ടുണ്ട്, വലിയ സൈസും ഒക്കെ. കുറെ വർഷം മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചത് മഞ്ഞിനടിയിൽ കിടന്നു. അതെ, കിട്ടിയിട്ടുണ്ട്. നിഖിലും ഭാര്യയും ബോസിന് നൈജീരിയയിൽ നഗരപ്രദേശത്ത്, സൈബീരിയയിൽ ഈ സുഭാഷ് ചന്ദ്രബോസും മരിച്ച സിംഗിൾ കോട്ടിൽ മരിച്ച് 23 വർഷത്തിന് ശേഷമാണ് കണ്ടത് എന്നവർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. 2000 ഈ മുഖർജി കമ്മീഷൻ മുമ്പാകെ, മുഖർജി കമ്മീഷൻ അന്വേഷിക്കുന്നുണ്ടല്ലോ പല കമ്മീഷനുകളിലൊന്ന്, കമ്മീഷൻ മുമ്പാകെ ഈ കാര്യം വന്നിട്ടുണ്ട്. ഇത് ഈ സത്യവാങ്മൂലത്തിൽ നിഖിലിനെ ഉദ്ധരിക്കുന്നുണ്ട്. നിഖിൽ പറഞ്ഞത് ഇന്ന കാര്യങ്ങളാണ്. റഷ്യയിൽ ആ കാലത്ത് ഒളിവിൽ ആണ് ഇരുന്നത് സുഭാഷ് ചന്ദ്രബോസ്, നെഹ്റുവിനെ പേടിച്ചിട്ട് ഒളിവിൽ. ഇന്ത്യയിൽ യുദ്ധത്തെ കുറ്റവാളിയായി നെഹ്റു വിചാരണ ചെയ്യും എന്നൊരു ശക്തമായ ഫീലിംഗ് ബോസിനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജപ്പാൻ്റെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ യുദ്ധക്കുറ്റവാളിയായിട്ട് കണ്ടിട്ട് റെഡ് ഫോർട്ടിൽ INA ഭടന്മാരെയൊക്കെ വിചാരണ ചെയ്തിട്ടുണ്ടല്ലോ നെഹ്റു അതിന് മുമ്പ്. ഇതുപോലെ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് അതിൻ്റെ ഭാഗങ്ങൾ പറയാം. ഉദ്ധരൻ സവർക്കർ 1966 മരിച്ച ശേഷമാണ് സിൻകർ നിഖിലിനെ മോസ്കോയിൽ കാണുന്നത്, വീരേന്ദ്രൻ്റെ മകനെ. നിഖിൽ റഷ്യയിൽ തന്നെ ജനിച്ചു. 1937 സ്റ്റാലിൻ മറ്റേ വീരേന്ദ്രനാഥ് ചതോപാധ്യയെ വെടിവെച്ച് കൊന്ന ശേഷം ഇങ്ങനെയാണ് നിൽക്കുന്നത്. നെഹ്റു ബോസിനെ റഷ്യയിൽ പ്രവാസത്തിന് നിർബന്ധിച്ചു എന്ന് പറഞ്ഞാൽ റഷ്യക്കാരോട് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരുന്നോട്ടെ, നെഹ്റു ഇവിടെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ ബോസ് വരുമായിരുന്നു എന്നർത്ഥം. നെഹ്റുവിൻ്റെ ശത്രുവാണല്ലോ ബോസ്. സത്യവാങ്മൂലത്തിൻ്റെ ഫയല്, ഈ സത്യവാങ്മൂലമുള്ള ഫയൽ WI 4111 2000 CE, ഇതാണ് ഫയൽ നമ്പർ. ഈ വിവരങ്ങളുള്ള ഫയൽ നമ്പർ. ഇനി ആ സത്യവാങ്മൂലത്തിൽ ഇത് പറയുന്ന ഭാഗം 3-4 വരി, അത് സ്വയം നാടുകടത്തലായിരുന്നു ബോസിൻ്റെ. നെഹ്റു യുദ്ധക്കുറ്റവാളിയായി ബോസിനെ പ്രഖ്യാപിക്കുമായിരുന്നു. മഞ്ചൂറിയ വഴിയാണ് ബോസ് റഷ്യയിലെത്തിയത്. സ്റ്റാലിൻ, മൊളോട്ടോവ്, ബേറിയ, വെറോഷിലോവ് എന്നിവർ, ഈ ബേറിയ എന്ന് പറയുന്നത് രഹസ്യ പോലീസ് മേധാവി, എന്നിവർ ഇൻഡോളജിസ്റ്റുകളുമായി സംസാരിച്ചു, ചർച്ച ചെയ്തു അവർ എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. അവർ സ്റ്റാലിനോട് കൃഷ്ണമേനോനുമായി ആലോചിക്കാൻ പറഞ്ഞു, VK കൃഷ്ണമേനോൻ ആലോചിക്കാൻ പറഞ്ഞു. മേനോൻ അന്ന് ലണ്ടനിലായിരുന്നു. സോവിയറ്റ് എംബസി വഴി മേനോനോട് സംസാരിച്ചു. മേനോൻ നെഹ്റുവിന് വേണ്ടി വാദിച്ചു. ഈ കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് സ്റ്റാലിനോട് മേനോൻ അപേക്ഷിച്ചു. ഇതാണ് സത്യവാങ്മൂലത്തിലെ പ്രധാനപ്പെട്ട ഭാഗം. പക്ഷേ ഈ വിവരങ്ങൾ ഈ ഗുംനാമി ബാബ ബോസായിരുന്നു എന്നുള്ള വിശ്വാസത്തിന് എതിരല്ല എന്ന് അനുജിദർ പറയുന്നുണ്ട്. കാരണം അനുജിദർ എപ്പോഴും വാദിച്ചിരുന്നത് ഗുംനാമി ബാബ ബോസ് തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞ കാലഘട്ടത്തിന് ശേഷമാണ് ഗുംനാമി ബാബ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നെഹ്റു മരിച്ച ശേഷം ആണല്ലോ. അപ്പോൾ 1945 ആണ് കൊല്ലപ്പെടുന്നത്. 1945 ഓഗസ്റ്റ് 18, അതായത് വിമാനാപകടത്തിൽ മരിച്ചതായിട്ട് കരുതുന്നത് നെഹ്റുവും കൂട്ടരും പ്രചരിപ്പിച്ചിട്ടുള്ളത്. മരിച്ച ശേഷവും 1945-46
4 തവണ സുഭാഷ് ചന്ദ്രബോസ് റേഡിയോ പ്രക്ഷേപണം നടത്തിയിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഇന്ത്യയിലേക്ക് സേനയെ നയിക്കും. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതാണ് മരിച്ച ശേഷം ഉള്ള പ്രക്ഷേപണങ്ങളിൽ. 2015 ഈ വിവരങ്ങൾ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ മോദി 2014 വന്നു, 2015 ഈ ഡീക്ലാസിഫൈ ചെയ്യുമ്പോൾ പ്രക്ഷേപണ രേഖകൾ നാഷണൽ ആർക്കൈവ്സിൽ എത്തി. ഇന്റലിജൻസ് ബ്യൂറോ കൽക്കട്ടയിലെ രാജ്ഭവനിൽ പോയിട്ടാണ് രേഖകൾ ഇന്റർസെപ്റ്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഈ PMOയിലാണ് ഈ പ്രക്ഷേപണത്തിൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്നത്. ഫയൽ നമ്പർ 87011 1692. ഈ പ്രക്ഷേപണ രേഖകളുടെ ഫയൽ നമ്പർ. ആദ്യ പ്രക്ഷേപണം ഈ ഓഗസ്റ്റിലാണല്ലോ മരിച്ചത്. ആദ്യ പ്രക്ഷേപണം ഡിസംബറിലാണ്, 1945 ഡിസംബർ 26. ഓഗസ്റ്റ് 18-ാം തീയതി മരിച്ചുപോയി എന്ന് പറയുന്ന ആൾ ഡിസംബറിൽ പ്രക്ഷേപണം. ഷോർട്ട് വേവ് 19 അതിലാണ് പ്രക്ഷേപണം. അന്ന് സാങ്കേതിക വിദ്യ ഇതുപോലെയൊന്നും വളർന്നിട്ടില്ലല്ലോ. എല്ലാ സ്ഥലത്തൊന്നും ഈ പ്രക്ഷേപണം അന്ന് പടർന്നില്ല. ഞാൻ ആ പ്രക്ഷേപണത്തിൽ പറഞ്ഞതാ സുഭാഷ് ചന്ദ്രബോസ്, ഞാൻ ആഗോള ശക്തികളുടെ സംരക്ഷണത്തിലാണ്. എൻ്റെ ഹൃദയം ഇന്ത്യക്കായി മിടിക്കുന്നു. 10 വർഷം കഴിഞ്ഞുണ്ടാകാവുന്ന 3-ാം ലോകയുദ്ധത്തിൻ്റെ മൂർധന്യത്തിൽ ഞാൻ മടങ്ങി വരും. ചുവപ്പ് കോട്ടയിൽ എൻ്റെ ആളുകളെ വിചാരണ ചെയ്തവരെ ഞാൻ അന്ന് വിചാരണ ചെയ്യും. അയ്യന്നക്കാരെ പിടിച്ച് ചുവപ്പ് കോട്ടയിൽ വിചാരണ ചെയ്തല്ലോ, ശിക്ഷയൊക്കെ കൊടുത്തു. അത് നമുക്ക് സംസാരിക്കണം. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യമാണ്. നെഹ്റു അയ്യന്നക്കാരെയൊക്കെ ഇവിടെ വന്നവരെയൊക്കെ ചെയ്തു. അപ്പോൾ 2-ാമത്തെ തവണ പ്രക്ഷേപണം 1946 ജനുവരി 1-നായിരുന്നു. അതിൽ ബോസ് പറഞ്ഞു, നമുക്ക് 2 വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം കിട്ടും. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം തകർന്ന നിലയിലാണ്, അത് നമുക്ക് സ്വാതന്ത്ര്യം തരും. അഹിംസ കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടില്ല. 3-ാമത്തെ പ്രക്ഷേപണം 1946 ഫെബ്രുവരിയിൽ. സംസാരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആരംഭിച്ചത്. ഈ സംസാരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ്. മൂന്നാമതായിട്ടാണ് ഇന്ത്യൻ സഹോദരന്മാരോട് ഞാൻ സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പെത്തിക് ലോറൻസിനെയും 2 പേരെയും ഇന്ത്യയുടെ ചോര കുടിക്കാൻ അയക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ, അന്ന് ക്യാബിനറ്റ് മിഷൻ വന്നല്ലോ. ആ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളുടെ കാര്യമായി പറഞ്ഞത്. പെത്തിക് ലോറൻസും 2 പേരും ക്യാബിനറ്റ് മിഷൻ വന്നു. പക്ഷെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാനല്ലല്ലോ വരുന്നത്, അതാണ് ചോര കുടിക്കാൻ എന്ന് പറഞ്ഞത്. ക്യാബിനറ്റ് മിഷൻ വന്നു. ഈ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി അന്വേഷിക്കാനായിട്ട് 3 കമ്മീഷനുകൾ രൂപവൽക്കരിച്ചല്ലോ. ഗോഖലെ, ഈ പറഞ്ഞ മുഖർജി. ഈ കമ്മീഷൻ്റെ മുമ്പിലൊന്നും ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ ഈ രേഖകൾ എത്തിയില്ല. പതുക്കെ വെച്ചു. ഏതായാലും സുഭാഷ് ചന്ദ്രബോസിന് വലിയ സമസ്യയാണ്. പക്ഷെ ഭാരതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയായിരുന്നു. ആ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. ബാക്കി കഥ നമ്മൾ നാളെ പറയും. അദ്ദേഹമൊക്കെ തിരിച്ചു വന്നിട്ട് ഈ മന്ത്രിസഭയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ? മന്ത്രിസഭയല്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിലോ? അതെ, ആയിരുന്നെങ്കിലോ? ഒരു ദീർഘനിശ്വാസമാണ് ഉത്തരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.